മാങ്ങച്ചാറ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാവില്ലേ? ഇവിടെ വീട്ടിലും അതെ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ രാജേട്ടനൊന്നും അങ്ങനെ കഴിക്കില്ല. ഞാനും കുട്ടികളും മാങ്ങാച്ചാർ എത്ര കിട്ടിക്കഴിഞ്ഞാലും കഴിക്കും. ഞങ്ങൾക്ക് അതിനിപ്പോൾ എത്ര തോനെ മാങ്ങ ഇട്ട് കഴിഞ്ഞാലും ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അതിൽ കൂടുതൽ ഞങ്ങൾ മാങ്ങച്ചാറ് സൂക്ഷിക്കുകയില്ല. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, സൂക്ഷിക്കാൻ സ്ഥലമില്ല കഴിഞ്ഞിട്ടല്ല. പക്ഷേ ഞങ്ങൾക്കത് ഈ മാങ്ങച്ചാർ ഇങ്ങനെ അവിടെ ഇരിക്കുന്ന കാണുമ്പോൾ അതിനെന്താണെന്നറിയില്ല, കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനൊരു സമാധാനമുള്ളൂ. അപ്പോൾ ഞാൻ തൃത്താല പോയ സമയത്ത് വാങ്ങിച്ചതാണ് മാങ്ങ. അപ്പോൾ ഒരു മാങ്ങ നുറുക്കിയാൽ തന്നെ നമുക്ക് അത്യാവശ്യം അച്ചാറിടാനുള്ള മാങ്ങ ഉണ്ട് കേട്ടോ അതിൽ. പക്ഷേ ഞാൻ ഒരു 1.5 കിലോനോളം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 മാങ്ങ ഉണ്ടായിരുന്നു. അത് നുറുക്കുമ്പോൾ തൊട്ടിട്ട് ഞാൻ കഴിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പകുതി മുക്കാലും ഞാൻ കഴിച്ച് തീർത്തിട്ടുണ്ട്. പിന്നെ അത് അച്ചാറുണ്ടാക്കാൻ ഞാൻ തുടങ്ങണം. അച്ചാറുണ്ടാക്കണതിൽ അത്ര വലിയ വിദഗ്ധയൊന്നും അല്ല കേട്ടോ. ഞാൻ മറ്റുള്ളവരുണ്ടാക്കണ അച്ചാർ കഴിച്ച് മാത്രമേ പരിചയമുള്ളൂ പറഞ്ഞില്ലേ. അമ്മമ്മയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊക്കെ അതേപോലെ ഒരു ദിവസം 2 ദിവസം കൊണ്ട് തീർക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ അമ്മയാണ് കൂടുതലും അച്ചാർ ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ അതിലേക്ക് അങ്ങനെ കൈ കടത്താറില്ല. പക്ഷേ എന്താണെന്നറിയില്ല, ഒന്ന് ഉണ്ടാക്കി നോക്കാം. എപ്പോഴും അവരുടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ, നമ്മളിതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ പഠിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് എൻ്റെ പരീക്ഷണങ്ങളാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ കൈ കിട്ടിയ എല്ലാ മഞ്ഞപ്പൊടി, മുളക് പൊടി, സുറുക്ക് അതൊക്കെ വാരി അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയ ഇതൊക്കെ ഉണ്ടാക്കി വന്നപ്പോൾ എനിക്ക് തോന്നിയാ കുഴപ്പമില്ല, അവരുണ്ടാക്കണ അത്ര ഒരു ഇതായിട്ടില്ലെങ്കിലും പക്ഷെ കുഴപ്പമില്ല, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് വരണ സമയത്ത് ഞാൻ വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കണ ദിവസം എന്തെങ്കിലും ഒന്ന് ഇതേപോലെ അച്ചാർ എന്തെങ്കിലും എനിക്ക് കഴിക്കാൻ വേണം, അപ്പോഴാണ് അവർക്ക് അതിനൊരു ഇഷ്ടമുള്ളൂ. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ ഈ അച്ചാർ കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. പകുതി മുക്കാലും ആദ്യം നുറുക്കണ സമയത്ത് ഉണ്ടാക്കിയ സമയത്തൊക്കെ കഴിച്ച് തീർത്തിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.